ആശങ്ക തോന്നുന്നു. മനസ്സിൽ അനേകം ചോദ്യങ്ങൾ നിറയുകയാണ്. എന്താ ഇതിന്റെ ഒന്നും ഉത്തരം അവിടുത്തെ പക്കലില്ലേ? അവിടുന്ന് തന്നെ പറഞ്ഞാലും മാതേ, നമുക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് മാതേ ഇതിന്റെയൊക്കെ അർത്ഥം? പറഞ്ഞു തന്നാലും മാതേ. രൂപവതി, ഇത് നാമാണ്, നിന്റെ മാതാവ്. മാതേ, മാതേ, അവിടുന്ന് തന്നെയാണോ ഇത്? നമ്മുടെ പുത്രി ഇത്രയും കഷ്ടത അനുഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരാതിരിക്കാൻ സാധിക്കും? എന്നാൽ നീ നമ്മുടെ ധൈര്യശാലിയായ പുത്രിയല്ലേ? നീ ഭയക്കുന്നത് എന്തിനാണ്? നമുക്കറിയാം പുത്രി, ഇത്രയേറെ സംഭവ വികാസങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്റെ മനസ്സിൽ അശുഭചിന്തകൾ ഉണ്ടാകുന്നത്. മാതേ, മാതേ, നമുക്ക് മോചനമാണ് വേണ്ടത്. ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമുക്ക് പരിപൂർണ മോചനമാണ് വേണ്ടത്. മനസ്സിന് ശാന്തിയാണ് വേണ്ടത്. മോചനം ലഭിക്കുന്നതാണ് പുത്രി, എന്നാൽ ഇപ്പോഴല്ല. നീ കണ്ടോളൂ, വൈകാതെ തന്നെ നിന്റെ മനസ്സിലെ എല്ലാ ആശങ്കയും അകന്നു പോകും. ഒപ്പം പ്രത്യാശയുടെ കിരണവും നിന്റെ മുന്നിൽ പ്രകടമാവും. അതുകൊണ്ട് അല്പം പോലും ഭയക്കേണ്ടതില്ല. എന്നാൽ മാതേ, നാം ഒരു സാധാരണ സ്ത്രീയാണ്. അവിടുത്തെ പോലെ അസാധാരണ സ്ത്രീയല്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും 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 ഭയം അനുഭവപ്പെടുന്നു. ആരാണ് പറഞ്ഞത് നീ അസാധാരണ സ്ത്രീയല്ല എന്ന്? ആരാണ് പറഞ്ഞത്? നിന്റെ അന്തരാത്മാവ് വളരെ പവിത്രവും ശുഭകരവുമാണ്. കണ്ടോളൂ, ഒരു ദിവസം നിന്റെ സങ്കല്പങ്ങൾ തന്നെ നിന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഉചിതമായ സമയമാകുമ്പോൾ നീ അത് തിരിച്ചറിയും. ആരാണ് നിന്റെ ശത്രുവെന്നും ആരാണ് നിന്റെ മിത്രമെന്നും നീ എല്ലാം മനസ്സിലാക്കുന്നതാണ്. നിന്റെ മാതാവിന്റെ ആശീർവാദം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. കനവാണു നീ, നിറവാണു നീ, നീ തന്നു സ്നേഹാമൃതം. ഇരുളാകെയും ഒളിയേകി നീ പ്രത്യാശയായെന്നും. ഇല്ലില്ല, ഇനി നമുക്ക് ഭയമില്ല. നമുക്കിനി യാതൊരു ഭയവുമില്ല. മാതേ, അവിടുന്ന് കൂടെയുണ്ടല്ലോ. നാം ഭയന്ന് പോകാൻ പാടില്ല. നാം അവിടുത്തെ പുത്രി രൂപവതിയാണ്. ഇനി ഒരിക്കലും ഭയക്കില്ല. ദേവദത്തൻ, ഇനി നിന്റെ ഊഴമാണ്. പറയൂ, നീ എന്താണ് ചെയ്യുക? നാം വനത്തിലെ പക്ഷി മൃഗാദികളുടെ രക്ഷ നിർവഹിക്കും, അതുപോലെ മനുഷ്യരുടെയും. എന്തായാലും നാം പരിശ്രമിക്കുന്നതാണ്. എന്തുകൊണ്ട്? നാം പക്ഷി മൃഗാദികളുടെ മാംസം കഴിക്കുന്നവരാണ്. എന്നാൽ എല്ലാ പക്ഷി മൃഗാദികളുടെയും കഴിക്കാറുമില്ല. ചിലതിന്റെ മുട്ട കഴിക്കും, ചിലതിന്റെ പാല് കുടിക്കും. അതുപോലെ ചിലതിന്റെ ചർമ്മത്തിൽ നിന്നും തണുപ്പിനു വേണ്ടിയുള്ള വസ്ത്രങ്ങളും തയ്യാറാക്കുന്നു. ഇനി അത് മാത്രമല്ല, എല്ലാ പക്ഷിമൃഗാദികളും നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ മിത്രങ്ങൾ കൂടിയാണ്. എപ്പോഴെങ്കിലും മനുഷ്യനൊരു ആപത്ത് നേരിടുമ്പോൾ അവരെപ്പോഴും നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. എന്നാൽ വനത്തിലെ പക്ഷിമൃഗാദികളെ സംരക്ഷിക്കാൻ ആരും തന്നെയില്ല. അതുകൊണ്ട് നാം അവയെ സംരക്ഷിക്കുന്നതാണ്. വനത്തിൽ വെച്ച് നാം അവയുടെ മാംസം ഭക്ഷിക്കാൻ തയ്യാറാവില്ല. ശരിയാണ്, വളരെ ശരിയായ ഉത്തരമാണ്. ദേവദത്തൻ, ദേവദത്തൻ, ദേവദത്തൻ.
അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ജനഹിതമനുസരിച്ച് ദേവദത്തൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. 2 പരീക്ഷകളിലും വിജയിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ പുതിയ അധികാരി ഇനി ദേവദത്തൻ തന്നെയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അഥവാ ഈ ദേവദത്തനെ നമ്മുടെ മാർഗത്തിൽ നിന്ന് അകറ്റിയില്ലെങ്കിൽ, അതുപോലെ നാം അധികാരിയുടെ പദവി സ്വന്തമാക്കിയില്ലെങ്കിൽ നമ്മുടെ നാമം രഘുരാജ് എന്നല്ല. രൂപവതി, ഇളയമേ, അവിടുന്ന് ദാസിമാരെവിടെ? നമ്മുടെ പുത്രി രാത്രി മുഴുവൻ വിശന്നിരിക്കുകയാണെന്നറിഞ്ഞാൽ നാം ദാസിയുടെ പക്കൽ ഭക്ഷണം കൊടുത്തു വിടുമോ? നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നില്ല ഇളയമേ. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ പുത്രിയുടെ മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ടാണ് നാം നിനക്ക് വേണ്ടി നമ്മുടെ കരങ്ങൾ കൊണ്ട് ഭോജനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നാം തന്നെ നിനക്ക് നൽകുന്നതാണ്. ഇതാ, വായ തുറക്കൂ, ഇത് കഴിക്കേ. ഇല്ലിളയമേ, നമ്മുടെ മനസ്സിന് ഭാരമേറുകയാണ്. നമുക്ക് വിശപ്പ് തോന്നുന്നില്ല. പുത്രി രൂപവതി, നാം പറയുന്നതെങ്കിലും കേൾക്കൂ. നോക്കൂ, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിന്റെ ആരോഗ്യം മോശമാകും. ഇനി അഥവാ അസുഖബാധിതയായാൽ നിനക്ക് എങ്ങനെ ഈ പോരാട്ടം തുടരാൻ സാധിക്കും? ഈ ഭക്ഷണം നമ്മുടെ കണ്ടത്തിലൂടെ ഇറങ്ങില്ല ഇളയമേ. നമുക്കൊന്നും തന്നെ ഉചിതമായി തോന്നുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ നേത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കണ്ണുനീരിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുമോ? അവിടത്തേക്ക് അറിയാമല്ലോ. ആ ചെറിയ പെൺകുട്ടി ഇത്ര സ്നേഹത്തോടെയാണ് അവിടെ ഇരുന്നത്. ആ പെൺകുട്ടിക്ക് ഒരു ധാരണയും ഉണ്ടാകില്ലല്ലോ അവളുടെ ശിരസിൽ നിന്നും മാതാവിന്റെ തണൽ അകന്നു പോവുകയാണെന്ന്.